അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലേൺ വിത്ത് കബീർ യൂട്യൂബ് ചാനലിൽ നടന്നു വരുന്ന മോഡേൺ അറബിക് സ്റ്റഡി സീരീസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അറബിക് പത്രത്തിലെ ഒരു കട്ടിംഗ് ആണ്. ഒരു അറബിക് വാർത്ത. അത് വാർത്ത വായിക്കും, വേർഡ് ബൈ വേർഡ് ആയിട്ട് ഞാൻ അർത്ഥം വെക്കുന്നില്ല. ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ആ വാർത്ത കൊടുത്തിട്ടുണ്ട്. വാർത്ത ഒന്ന് വായിക്കാം. അതിനുശേഷം അതിൽ വന്ന ചില പ്രയോഗങ്ങൾ മാത്രം ഒന്ന് നമുക്ക് പരിചയപ്പെടാം. പിന്നെ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിലുള്ള വാർത്ത വായിച്ച് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളോ ചർച്ചകളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ അറിയിച്ചാൽ മതി. വാർത്തയിലേക്ക് പോകാം. انتقد الرئيس التركي رجب طيب أردوغان بقاء المجتمع الدولي مكتوف الأيدي حيال المجازر الإسرائيلية المتواصلة منذ 140 يوما في قطاع غزة وعدم القيام بأي جهد مجد لوقف هذه الوحشية. وفي كلمة للرئيس التركي ألقاها اليوم السبت أمام تجمع انتخابي بولاية قادية شمال تركيا في إطار الاستعدادات الانتخابية المحلية المرتقبة نهاية مارس المقبل، قال أردوغان إن العالم يكتفي بمشاهدة جرائم إسرائيل ضد الإنسانية طوال 140 يوما، لدرجة أن مجلس الأمن الدولي لا يدعوها إلى وقف فوري لإطلاق النار ويعجز عن ذلك. وأضاف أردوغان أن القوى الغربية ومجلس الأمن لم يبذلا جهدا جديا لوقف الوحشية الإسرائيلية، مشيرا إلى أن القوى الغربية تواصل تقديم كافة أنواع الدعم بالأسلحة للجيش الإسرائيلي المحتل، ويخوض الاحتلال الإسرائيلي عدوانا ضد الفلسطينيين في قطاع غزة حتى اليوم السبت 29,606 شهداء و69,737 مصابا، معظمهم أطفال ونساء بالإضافة إلى آلاف المفقودين تحت الأنقاض. ഇതാണ് വാർത്ത. ഈ വാർത്ത നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ വേർഡ് ബൈ വേർഡ് ആയിട്ട് അർത്ഥം വെക്കുന്നതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. അതിൽ വന്ന ചില പ്രയോഗങ്ങൾ, വാക്കർത്ഥങ്ങൾ മാത്രം ഇവിടെ ഒന്ന് പറയുകയാണ്. ഇൻതഖദ റഈസ് തുർക്കി, ആദ്യം തന്നെ പറഞ്ഞ് ഇൻതഖദ, ഇവിടെ വിമർശിച്ചു എന്ന അർത്ഥം വെച്ചാൽ മതി. തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് ഉർദുഗാൻ വിമർശിച്ചു. ബക്കാ അൽ മുജ്തമഇ ദുവലി മക്തൂഫൽ ഐദി, അത് നല്ലൊരു പ്രയോഗമാണ്. ബക്കാ മക്തൂഫൽ ഐദി, ബക്കാ അൽ മുജ്തമഇ ദുവലി മക്തൂഫൽ ഐദി, ഒന്നും ചെയ്യാതെ നിർജീവമായി തുടരുക. ബക്കാ എന്ന് പറഞ്ഞാൽ ഇവിടെ തുടരുക, നിർജീവമായി തുടരുക, അല്ലെങ്കിൽ നിഷ്ക്രിയമായി തുടരുക. ബക്കാ മക്തൂഫൽ ഐദി എന്ന് പറഞ്ഞാൽ നിഷ്ക്രിയമായി തുടരുക. മക്തൂഫൽ ഐദി എന്ന് പറഞ്ഞാൽ ശരിക്കും കൈയും കെട്ടി നോക്കി നിൽക്കുക എന്നൊക്കെ ഒരു നമ്മൾ നാടൻ ശൈലിയിൽ പറയുന്ന ആ ഒരു രീതിയാണ്. അപ്പൊ ബക്കാ മക്തൂഫൽ ഐദി എന്ന് പറഞ്ഞാൽ നിഷ്ക്രിയമായി തുടരുക, ആ ഒരു ശൈലിയാണ്. ഹിയാലൽ മജാസിരിൽ ഇസ്രായേലിയ, ഇസ്രായേലി കൂട്ടക്കൊലകൾക്ക് നേരെ കൈയും കെട്ടി നോക്കി നിൽക്കണം, അല്ലെങ്കിൽ നിഷ്ക്രിയമായി തുടരുകയാണ്. അൽ മജാസിർ ഇസ്രായേലി പറഞ്ഞാൽ ഇസ്രായേലി കൂട്ടക്കൊല. അൽ മുത്തവാസില മുൻദു 140 യൗമൻ ഫി ഖിതാഇ ഗസ്സ. അതുപോലെ തന്നെ അദമുൽ ഖിയാമി ബി അയ്യി ജുഹദിൻ, ഒരു ശ്രമവും നടത്തുന്നില്ല. അദമുൽ ഖിയാമി ബി അയ്യി ജുഹദിൻ എന്ന് പറഞ്ഞാൽ ഒരു ശ്രമവും നടത്താതെ. ലിവഖ്ഫി ഹാദിൽ വഹ്ഷിയ, ഈ കാടത്തം നിർത്താൻ. വഹ്ഷിയ പറഞ്ഞാൽ കാടത്തം. പിന്നെ ഇവിടെ നോക്കേണ്ടത് വഫി കലിമ ലി റഈസി തുർക്കി. വഫി കലിമ, ഇവിടെ കലിമ എന്ന് പറഞ്ഞാൽ വാക്ക് എന്നുള്ള അർത്ഥമല്ല, സ്പീച്ച് എന്നാണ്, പ്രസംഗം. കലിമ അൽഖാഹ, അദ്ദേഹം ചെയ്ത പ്രസംഗം. അൽഖാ കലിമത്തൻ, പ്രസംഗിച്ചു എന്നാണ് പറയാറ്. ഡെലിവേർഡ് എ സ്പീച്ച് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഡെലിവറിങ് എ സ്പീച്ച്, ഇൽഖാ ഉൽ കലിമ എന്നാണ് അർത്ഥം വെക്കുന്നത്. അപ്പൊ കലിമ എന്ന് പറഞ്ഞാൽ ഇവിടെ സ്പീച്ച്, പ്രസംഗം. അൽഖാഹ എന്ന് പറഞ്ഞാൽ അതിനെ നിർവഹിച്ചു, അല്ലെങ്കിൽ ഡെലിവേർഡ്. അമാമ തജമ്മുഇൻ ഇന്തിഖാബിയിൻ എന്ന് പറഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പ് ഗ്യാതറിങ്ങിൽ, ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ. പിന്നെ ഫി ഇത്താറിൽ ഇസ്തിദാദാത്തിൽ ഇന്തിഖാബാത്തിൽ മഹലിയ പറഞ്ഞാൽ പ്രാദേശിക തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ, ഇസ്തിദാദാത്ത് ഒരുക്കങ്ങൾ. അപ്പൊ പ്രാദേശിക തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളിൽ ഉള്ള ഒരു സ്പീച്ചിൽ ആണ് പറഞ്ഞത്, ഒരു പ്രസംഗത്തിലാണ് പറഞ്ഞത്. എന്താ പറഞ്ഞത്? യക്തഫി ബി മുഷാഹദത്തി ജറായിം ഇസ്ലാം ഇങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ പിന്നെ നോക്കേണ്ടത് അന്നൽ മജ്ലിസ് അൽ അംന ദുവലി ലാ യദഊഹ, ആ ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നില്ല. ഇവിടെ ദാ എന്ന് പറഞ്ഞാൽ ആവശ്യപ്പെടുക എന്നാണ്, അവരോട് ആവശ്യപ്പെടുന്നില്ല. ലാ യദഊഹ ഇലാ വഖ്ഫിൻ ഫൗരിയിൻ, ഒരു അർജന്റ്, ഒരു എമർജൻസി സ്റ്റോപ്പ് ആവശ്യപ്പെടുന്നില്ല. എന്ത് സ്റ്റോപ്പ്? ഇത്ലാഖിന്നാർ, വെടിനിർത്തൽ. വഖഫ് ഇത്ലാഖിന്നാർ എന്ന് പറഞ്ഞാൽ വെടിനിർത്തുക, ഇത്ലാഖുന്നാർ എന്ന് പറഞ്ഞാൽ വെടി, ഫയറിങ്. അപ്പൊ വഖഫ് ഇത്ലാഖിന്നാർ എന്ന് പറഞ്ഞാൽ വെടിനിർത്തുക, അതിലെ ആവശ്യപ്പെടുന്നില്ല. ലാ യദഊഹ, അങ്ങനെ അർത്ഥം വെച്ചാൽ മതി. വയജുസ് അൻദാലിക, അവർക്ക് അത് കഴിയൂല. മജ്ലിസുൽ അംന ദുവലിക്ക് അത് കഴിയൂല എന്നാ പറയുന്നത്, വയജുസ് അൻദാലിക എന്ന് പറഞ്ഞാൽ. പിന്നെ അലാഫ ഉർദുഗാൻ, ഒരു പത്രത്തിന്റെ ശൈലിയാണ്, അവർ കൂട്ടിച്ചേർത്തു എന്നാണ്. ലം യബ്ദുല ജുഹുദൻ എന്ന് പറഞ്ഞാൽ അവർ ശ്രമിച്ചിട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ. ലം യബ്ദുല ജുഹുദൻ, അവർ ശ്രമിച്ചിട്ടില്ല.
പിന്നെ പറയുന്നത് അനൽ ഖുവൽ ഗർബിയ തുവാസിലു തഖദീമ കാഫത്തി അൻവാഇ ദഅമി ബിൽ അസ്ലിഹ. ദഅമി ബിൽ അസ്ലിഹ എന്ന് പറഞ്ഞാൽ ആയുധ സപ്പോർട്ട്, ആയുധങ്ങൾ കൊടുത്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യൽ. അപ്പോൾ ആയുധ സപ്പോർട്ട്, ആയുധ വിതരണം അവര് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. തുവാസിലു അതാണ് പറയുന്നത്. തുവാസിലു തഖദീമ കാഫത്തി അൻവായിൽ ദഅമി, എല്ലാവിധ പിന്തുണയും ആയുധ പിന്തുണയും ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതാണ് തുവാസിലു തഖദീമ. അത് പ്രൊവൈഡ് ചെയ്യൽ തുടർന്നു കൊണ്ടേയിരിക്കുന്നു. കാഫത്ത് അൻവാഇ ദഅമി, എല്ലാവിധ സഹായങ്ങളും അല്ലെങ്കിൽ എല്ലാവിധ സപ്പോർട്ടും ബിൽ അസ്ലിഹ, ആയുധങ്ങൾ കൊണ്ടുള്ള എല്ലാ സപ്പോർട്ടും എന്ന് പറഞ്ഞാൽ ആയുധം വിതരണം ചെയ്യുന്നു, ആയുധം കൊടുക്കുന്നു. പിന്നെ ആർക്ക്? ലിൽ ജയ്ഷിൽ ഇസ്രായേലി അൽ മുഹ്തൽ. മുഹ്തൽ പറഞ്ഞാൽ അധിനിവേശ ഇസ്രായേൽ. മുഹ്തൽ അധിനിവേശ ഇസ്രായേൽ. പിന്നെ ഇങ്ങനെ പോകുന്നുണ്ട് വയഹൂദുൽ ഇഹ്തിലാലുൽ ഇസ്രായേലി ഉദ്വാനിൽ ലദ്ദൽ ഫലസ്തീൻ ഫി ഖിതാഇ ഗസാത്ത് അൽ യൗമ സബ്ത് എന്ന് പറഞ്ഞിട്ട് 29,606 ആളുകൾ മരിച്ചു ഇതുവരെയായിട്ട്. പിന്നെ 69,737 ആൾക്കാർക്ക് പരിക്കേറ്റു. കൂടുതലും മുഅ്ളമുഹും അത്ഫാൽ വനിസ, കൂടുതലും കുട്ടികളും സ്ത്രീകളുമാണ്. ബിൽ ഇലാഫ ഇല ആലാഫിൽ മഫ്കൂദീന. ബിൽ ഇലാഫ എന്ന് പറഞ്ഞാൽ ഇവിടെ പുറമെ. അപ്പോൾ 69,000 ചില്ലാൻ ആൾക്കാർ മരിച്ചു, 69,000 ചില ആൾക്കാർക്ക് പരിക്കേറ്റു. ബിൽ ഇലാഫ ഇല ആലാഫിൽ മഫ്കൂദീന, നഷ്ടപ്പെട്ടവർക്ക്, കാണാതായവർക്ക് പുറമെ, കാണാതായവരെ കൂടാതെ എന്ന അർത്ഥം വെക്കുക. ബിൽ ഇലാഫ ഇല. തഹ്തൽ അങ്കാദ് പറഞ്ഞാൽ അവശിഷ്ടങ്ങൾക്കിടയിൽ, അങ്കാദ് അവശിഷ്ടം. അപ്പൊ അവശിഷ്ടങ്ങൾക്കിടയിൽ കാണാതായവർക്ക് പുറമെ, അവരെ കൂടാതെ തന്നെ 69,606 ആൾക്കാർ മരിച്ചു. അത് 69,737 ആൾക്കാർ പിന്നെ പരിക്കേൽക്കുകയും ചെയ്തു. മുസാബ് പരിക്കേൽക്കുകയും ചെയ്തു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും ആരും ഇതിലൊന്നും ഇടപെടുന്നില്ല എന്നാണ് തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബ് ഉർദുഗാൻ പറഞ്ഞത്. ഇൻഷാ അള്ളാ നിങ്ങൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ഈ വാർത്ത ഒന്ന് വായിക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മൾ പറഞ്ഞതിനനുസരിച്ച് ഒന്ന് അർത്ഥം വെച്ച് നോക്കുക. ഇതൊക്കെ ഇതിലേക്ക് ഇങ്ങനെയൊക്കെ തുടക്കക്കാർക്ക് വേണ്ടിയാണ് പറയുന്നത്, അല്ലാതെ ഇത് ആർക്കും അറിയില്ല എന്നുള്ള അർത്ഥത്തിലൊന്നും അല്ല, തുടക്കക്കാർക്കാണ്. ഇൻഷാ അള്ളാ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.